ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഹാർഡ് കോർ സീരീസ് ആയിട്ടാണ്. ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ വേൾഡ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ ഇതുവരെ അങ്ങനെ നോക്കാറൊന്നുമില്ല ഈ വേൾഡ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ് ഈ വേൾഡിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു കണ്ടിന്യൂഷനായിട്ടാണ്. നമ്മളിതേ വീടൊക്കെ ഉണങ്ങി ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റിൽ കുറച്ച് അയണുണ്ട്, ഗോൾഡും ഉണ്ട്. ഇതെനിക്ക് വില്ലേജ് കിട്ടിയാണ്, വേറെ ഒന്നുമില്ല. ഇതാണ് എൻ്റെ ഇപ്പോൾ ലുക്ക് കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ ലുക്ക്. ഞാനിപ്പോൾ തേർഡ് ദിവസം വെച്ചാണ് ചെയ്തത്. ഇവിടെ ഉണ്ടോ ഗൈസ്, ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യും. പിന്നെ എൻ്റെ ഇഷ്ടംപോലെ ബ്രെഡുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ വഴി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീട് പുറത്തുനിന്നാണ് വലിയ ഇതൊന്നുമില്ല, ഉള്ളിൽ പിന്നെയും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ ബെഡ് വയ്ക്കാൻ കാരണം നേരെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാണാൻ ഞാൻ ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈനിങ് ഷാഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു മൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ ഇവിടെയാണ് മൈനിൻ്റെ ഉള്ളത്. മൈനിൻ്റെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈൻ ചെയ്ത് തുടങ്ങുന്നത് നമ്മളെ ഇവിടെ ആയിട്ടാണ്. നമ്മൾ ഇഷ്ടംപോലെ സ്റ്റോൺ നമ്മൾ ഇവിടെ നിർത്തുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഇവിടുന്ന് താഴേക്ക് കുഴിച്ച് പോകണമെന്നാണ്. അതിനു മുന്നേ ഈ വില്ലേജ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല കളർഫുള്ളല്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇതാണ്. ഫുഡിൻ്റെയൊക്കെ ഒറ്റ വെട്ട് മതി കണ്ട. അത്യാവശ്യം നല്ലൊരു വില്ലേജാണ് ഇവിടെ ഉള്ളത്. റൈഡ് വരുമെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജാണ്. നമ്മൾ വീഡിയോസ് ഈ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം നല്ല വീടാണ്, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു കേവ് ഉണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കുഴിച്ചത്ര ശരിയാവുന്നത്ര എനിക്ക് വലിയ വർക്കൗട്ടാവുന്നത് തോന്നലില്ല. എൻ്റെ പിന്നെ ഈ ഹാർഡ് കോർ എന്ന് നിൽക്കുന്നു അതോടുകൂടി ഈ വീഡിയോ നിൽക്കുന്നതായിരിക്കും. ഒരു വീഡിയോ ഏകദേശം ഒരു 10-15 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഫുഡ് നമ്മൾ കുറേ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം പോലെ ഫുഡുണ്ട്. അതൊക്കെ നീ ചൂടാക്കാൻ വയ്ക്കാം. ഇവിടെ കുറച്ച് ഫുഡുണ്ട്, ഇതൊക്കെ ഇതിൽ വയ്ക്കാം. എൻ്റെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട് കേട്ടോ. ഫുഡിന് ഇതില്ല. അപ്പോൾ നല്ല ബ്രെഡൊക്കെ എൻ്റെ ഉള്ളത്. എന്താണിത് എന്ത് അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് അവിടുന്ന് മൈൻ ചെയ്ത് തന്നെ പോവാം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇവിടെ പൂച്ചക്കുഞ്ഞുണ്ട് കേട്ടോ. പിന്നെ രാത്രി ചിലപ്പോൾ പറഞ്ഞിട്ട് ഹാർഡ് കോറിൽ സോംബീസ് ഡോറ് പൊളിക്കുമെന്ന് സംശയമുണ്ട് എനിക്ക്, ഉറപ്പായിട്ടില്ല. ഗായ്സ്, പിന്നെ നമുക്ക് കോളിൻ്റെ ആവശ്യമുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. കോളിൻ്റെ ഒരു ടോർച്ചാണ്, ഒരു സ്റ്റാക്കോളം ടോർച്ച് നമുക്ക് ഉണ്ടാക്കേണ്ടത് വേണം. അല്ലാതെ മര്യാദയ്ക്കൊന്നും പിടിച്ചിരിക്കാനും പറ്റില്ല. വേറെ വഴിയില്ല, ടോർച്ച് വേണം, അത്യാവശ്യമാണ്. ഇത് ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ കോൾ വേണം. കോൾ ഈ വഴിക്ക് കാണാനില്ല. അപ്പോൾ ഈ ഹാർഡ് കോർ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എനിക്കൊരു ചത്തതിനകത്തോടെ കഴിഞ്ഞു. അത്ര വലിയ പിടുത്തൊന്നുമില്ല ഹാർഡ് കോർ എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഫാമിങ് ചെയ്യണമെന്നുണ്ട്, അത് നമുക്ക് ആലോചിക്കാം. അത് നമ്മുടെ മൈനിങ് ചെയ്യണ്ടേ. മൈനിങ് ചെയ്താൽ നമുക്കൊന്നും കിട്ടില്ല. അയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് കുറേ ഉണ്ട്, എന്നാലും നമുക്ക് ആവശ്യം വരും. നമുക്ക് കുറച്ച് മരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആടിനൊക്കെ വരാൻ കഴിയും. ഗൈസ്, ഇവിടെ എന്തോ വലിയ കേവ് ഒന്നുമില്ല. ഈ കേവാണ് വേണ്ടത്. കേവ് കിട്ടിയാലേ അതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കേവ് നമുക്ക് അത്യാവശ്യ സംഭവമാണ്. കേവില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാഭമുണ്ട്. ഇപ്പം ചത്തേനെ ഞാൻ. പിന്നെ ഏത് ഭാഗത്തുള്ള നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തപ്പി നോക്കാം.
ഈ ഫുഡിൻ്റെ അങ്ങനെ ഫുഡ് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാമല്ലോ. ഗൈസ് അവിടെ എന്തുണ്ടല്ലോ? അവിടെ എന്താ ഇതെന്തിട്ട് ഗൈസ്? നെതറിൽ പോകാനുള്ള മറ്റേ സംഭവം ഇത് ഒബ്സീഡിയം ബ്ലോക്ക്. അയ്യോ ഹാർഡ് കോറാണ് നോക്കി കളിക്കണം. നമുക്ക് ഗോൾഡിന് ബ്ലോക്ക് കാണാൻ പറ്റും. അയ്യോ ഇവിടെ ചെസ്റ്റ് ഉണ്ടാവുന്നതാണല്ലോ. അതെ ഗൈസ് ഇവിടെ ചെസ്റ്റ് ഉണ്ട് ഗൈസ്. ലക്കുണ്ടെങ്കിൽ നല്ല സാധനം കിട്ടും. എൻ്റെ മോനെ ഗോൾഡൻ ആപ്പ് ഉണ്ട് ഗൈസിൽ. കോളുണ്ട്, ഫയർ ചാർജ്, അതിൻ്റെ ഫ്ലിൻ്റ് ഉണ്ട്, ഗോൾഡൻ ആപ്പ് ഉണ്ട്, ലെക്സ് ഉണ്ട്. അതിലിപ്പം എൻജാനാണ്, ഫയർ പ്രൊട്ടക്ഷൻ ആണല്ലോ ഉള്ളത്. ഇതുണ്ട്, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലുണ്ട് ഗൈസ്. നമുക്ക് ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഓപ്സൈഡിൻ ഉണ്ടാക്കി നമുക്ക് നെതറിൽ പോകാനുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് നോക്കാം. ഈ അയൺ ബോക്ക് പൊട്ടിച്ച് നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അപ്പോൾ നോക്കാം. എന്തായാലും പൊളിച്ചു ഗൈസ്. അപ്പം ഇനി എന്താണെന്ന് ഒരു പിടിയില്ല. നമുക്ക് പെട്ടെന്ന് നെതറിൽ പോകാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. പെട്ടെന്ന് തന്നെ ഓടിച്ചെല്ലട്ടെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓടി നമ്മൾ വീട് ചെയ്ത് എൻ്റെ ഇവിടെ നിന്ന് എത്ര അയ്യൻ വേണമെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് നോക്കാം. മുകളിൽ അയ്യനുണ്ടെന്ന് തോന്നുന്നു. നല്ല ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കഴിഞ്ഞില്ല. ഇപ്പുറത്തുണ്ടോ നോക്കാം. ഇവിടെ അയ്യണില്ല. അയ്യോ ബക്കറ്റിന് അത്യാവശ്യം അയ്യൻ വേണം ഗൈസ്. ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്ന് തോന്നുന്നു. ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. കറക്റ്റ് 3 കുഴപ്പമില്ല. നമുക്ക് ഇതൊന്നാണ് ഇവിടെ കറക്റ്റ് 3 ബക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ഇനി അവിടെ വരെ എത്തണം. അപ്പോൾ നമ്മൾ പോണ സമയത്ത് ഞങ്ങൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ആ സമയം തന്നെ രാത്രിയാണ് പോകുന്നത്. പെട്ടെന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പരിപാടിയും പെട്ടെന്ന് തീർക്കാം. അല്ലെങ്കിൽ ഇവിടെ സോംബീസ് ഒന്നും നമ്മൾ ചാവും. ഇത് ഹാർഡ് കോർ ഇതോടുകൂടി കഴിയാനും ചാൻസ് ഉണ്ട്. എനിക്ക് എന്താണെന്നൊരു പിടിയില്ല. ചാവണമെന്നൊരാഗ്രഹമില്ല. ഇത് നമുക്ക് ഇവിടേക്ക് ഒഴിച്ചു വെക്കാം. ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. അയ്യോ സോംബീസ് സ്പോണായിട്ടുണ്ട്. അയ്യോ ഓട് 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 ഓട്. അയ്യോ അവിടെ വരെ ഓടണമല്ലോ. ഇപ്പം സോംബീസ് പുറകെ തന്നെ ഉണ്ട്. അയ്യോ ഇവിടെയുണ്ട് സോംബീസ്. അയ്യോ ഗൈസ് ഇപ്പം എല്ലായിടത്തും സോംബി. അയ്യോ ഫുള്ള് ആർമഡ് സോംബി. അയ്യോ ഗൈസ് സ്കെൽട്ടൺ. അയ്യോ പെട്ടെന്ന് ഓട് 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 ഗൈസ്. ഇത് ഹാർഡ് കോറാണ്. ഞാൻ റിസ്ക് എടുക്കണില്ല അധികം. അതിന് നമുക്ക് നല്ല പണി കിട്ടും. പെട്ടെന്ന് തന്നെ ഓടണം ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പെടും. പെട്ടെന്ന് വീട്ടിൽ കയറാം. സ്റ്റെപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ. ഡോറടങ്ങില്ല. രക്ഷപ്പെട്ടു. ഡോറടഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ഇതിൻ്റെ അടുത്ത് തന്നെ സോംബീസ് കിടക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് അല്ല കേട്ടോ, ഈ വീടെടുക്കുമ്പോൾ ഫസ്റ്റാവും. കേട്ടോ പുറത്താണ് സോംബീസ് ഉണ്ട്. ഫുഡ് കിട്ടുന്നുണ്ട്. ഫുഡ് നമുക്ക് എടുക്കാം. ഇതിലായിട്ടുണ്ട് ഫുഡ്. കുറേ ഒബ്സീഡിയൻ ആയിട്ടുണ്ട് എന്തായാലും. ഇനിയിപ്പോൾ എന്തായാലും അവിടെ വരെ സ്ഥലമാണ്. ഇനിയിപ്പോൾ നെതറിൽ പോകാൻ പറ്റിയാൽ നമുക്ക് എന്തായാലും നെതറൈറ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവിടെ ഇത്തിരി ഡേഞ്ചറാണ്. അത്ര സുഖമുള്ള സ്ഥലമല്ല അവിടെ. ഇവിടെ ഒരു നമുക്ക് അത്യാവശ്യം മയം വേണം. ഫുൾ ആർമറാക്കണം. ആർമർ അത്ര പോരാ. ഇനി അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനായി ഫുൾ ആർമർ വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വെള്ളം ഒഴിച്ച്
ഇതെന്താ അങ്ങനെ? നമ്മളെ ലാവി ഇവിടെ നല്ല കഴിയുന്നുണ്ട്. ഇതൊന്നും എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ടെസ്റ്റ് അടിച്ചാണ്, എനിക്കറിയില്ല. എനിക്ക് ഡയമണ്ട് വേണം. നമുക്ക് എന്തായാലും ഇവിടെ ചെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ 2 ഉണ്ട്. ഇത് നമുക്ക് ഇട്ട് നോക്കിയാൽ ശരിയാവായിരിക്കും. എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒന്നിടാം. ഇനി നമുക്ക് ഫ്ലിൻ്റ് എടുക്കണം. ഫ്ലിൻ്റ് എടുത്ത് നമുക്ക് ഫ്ലിൻ്റിലല്ലോ ഈ സാധനമല്ലോ വേണ്ടേ. മാറിപ്പോയി. ഇതിവിടെ കത്തിക്കാമെങ്കിൽ ഒരു ഐഡിയയിൽ എന്ത് സംഭവിക്കുന്നു ആവോ. ഇങ്ങനെ അപ്പം ഇങ്ങനെയല്ലേ സംഭവം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇത് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ലക്ക് കിട്ടി. കിട്ടുമായിരിക്കും, എനിക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം പറക്കുന്നതായിരിക്കും. കുറേ നേരം ഞാനത് ആക്കിക്കൊണ്ടിരിക്കണം, ഒന്നും ആവണില്ല. ഗൈസ് ഇത്രയും സമയം എടുക്കുകയാണെങ്കിൽ നമ്മുടെ അയ്യണ്ട് ഇതൊക്കെ തീരും. അത് പോയി. അപ്പോൾ നമ്മൾ ഗൈസ്, അപ്പോൾ എനിക്കൊരു പിടിയില്ല ഗൈസ് ഇതെങ്ങനെ പോകണമെന്ന്. ഇവിടെ നിന്ന് മോളിൽ നടക്കണ്ടേ? ഇവിടെ എന്തായാലും ഗോൾഡൻ്റെ ബ്ലോക്ക് ചെയ്യാം. ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. തുടരുന്നില്ല. ഗൈസ് ഇത് ചെറുതാക്കി ആവൂല. എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായിട്ടില്ല. വന്നിട്ട് ആ തീയതൊക്കെ കാട്ടെ. ചൂടുള്ളതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ പൊട്ടിക്കണമെന്ന് അറിയില്ല. ഇനി ചിലപ്പോൾ ഡയമണ്ടിൻ്റെ ബ്ലോക്ക് വേണമായിരിക്കും. ഒരു പിടിയിൽ ഇനി അത്യാവശ്യം നമ്മുടെ ഗോൾഡ് ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യം നമുക്ക് ഗോൾഡ് ഉണ്ടാക്കണം. എത്ര ബ്ലോക്ക് ഉണ്ട് നോക്കാം. 2 ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 9 ഡയമണ്ട് ഇട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാം. ആർമറിൻ്റെ അത്യാവശ്യം വേണ്ടി വരും. അതിനുശേഷം നമുക്കൊരു കുതിരേനെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. കുതിരേനെ കിട്ടിക്കുന്ന ലക്കാണ്. കുതിരേനെ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു കൂട് പോലെ ഉണ്ടാക്കണം കുതിരയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കുതിര പുറത്തിങ്ങനെ കറങ്ങി നടന്നാൽ അമ്പായി നടക്കും. പിന്നെ കുതിരയ്ക്ക് സേഫ്റ്റി ആയിട്ട് നമ്മൾ ഗോൾഡിൻ്റെ ഐറ്റംസാണ് കൊടുക്കുന്നത്. അത് 18 ഗോൾഡ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിന് ഇഷ്ടംപോലെ മരം വേണം. നമ്മൾ അധികം മരം കയ്യിലില്ല. ഈ വീടിനൊരു ഡിസൈൻ ഇല്ലാത്ത പോലെയാണ് എൻ്റെ വീടിപ്പോൾ ഉള്ളത്. അത് അത്യാവശ്യം ഡിസൈനൊക്കെ വയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ ഒരു ഡിസൈനും ഇല്ല എൻ്റെ വീടിന്. എന്തായാലും ഇപ്പം നെതറിൻ്റെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടു നടക്കുന്ന എങ്ങനെ ഒരു വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കുതിരനെ വളർത്താൻ നോക്കാം. പക്ഷേ ഞാൻ ഒബ്സിഡിയൻ്റെ ബ്ലോക്ക് എങ്ങനെ പൊട്ടിക്കണമെന്ന് അറിയുമെങ്കിൽ ഗൈസ് ഇനി കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, ഞാൻ നോക്കേണ്ടി വരും. ഇനി അത്യാവശ്യം മരമൊന്നും പിടിക്കാം ഗൈസ്. മരത്തിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് പിടിയില്ല. ഇനി എങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ ഗൈസ്, അപ്പോൾ എനിക്ക്
ഒബ്സിഡിയൻ ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കി, പക്ഷേ അയൺ ബ്ലോക്ക് കൊണ്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ചെക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അതിന് മുന്നേ നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം കഴിച്ചാൽ എന്താ ഹാർഡ് കോർ ആയതുകൊണ്ട് ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകതരം ഷേപ്പ് ഉണ്ട്. ഹാർട്ടിൻ്റെ ഷേപ്പ് ഒരു വേറെ. അപ്പോൾ നമുക്ക് ഗോൾഡ് ഉണ്ടാക്കാം. ഗോൾഡൻ ബ്ലോക്കിന് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. 18 ആയിട്ടുണ്ട് ഇപ്പം. എൻ്റെ പാൻറ്റിലുണ്ട്, കുഴപ്പമില്ല. നമുക്ക് രണ്ട് സാധനം മാത്രം മതി. ഒരു ഒരു ഗോൾഡൻ ചെസ്റ്റ് പ്ലേറ്റും വേണം, ഒരു ഗോൾഡൻ ഹെൽമെറ്റും വേണം. അത്ര മതി. ബാക്കി ആ കുതിരയുടെ സംഭവം ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. നമുക്കതിൽ നോക്കാം. ഇതിനൊരു അയയും വേണം അല്ലേ? കുതിര ഉണ്ടാക്കണമെങ്കിൽ 1 2 3 4 5 6 7 കുഴപ്പമില്ല, നമുക്ക് ശ്രമിക്കാം. എങ്ങനെയാണെന്നൊരു പിടിയില്ല. ഇതിലൊരു 3 കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ സംഭവം നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഈ എഞ്ചാനല്ല ഗോൾഡൻ ആപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ഇട്ടേക്കാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ എന്തായാലും ഇടാം. ഫാൻസ് നമ്മൾ ഇതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കൊരു കുതിരേനെ ഞാൻ പറഞ്ഞില്ലേ, കുതിരേനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കുതിര പുറത്തേക്ക് ചാടാൻ ചാൻസ് ഉള്ളതിനാൽ സ്റ്റിക്ക് വേണം കൈസ്. അതുണ്ടാക്കണമെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റിക്ക് വേണം. ഇതാണ് വേണ്ടത്. നമുക്ക് കുറച്ചും കൂടി പ്ലാൻ എടുക്കാം. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കാം. ഇത് 48 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മതിയാവുന്ന എനിക്കറിയില്ല. നമുക്ക് ഏകദേശം കുതിരേനെ നമുക്ക് കുതിരനെ ഏകദേശമായിട്ട് ഈ ഭാഗത്തേക്ക് ഇടാം. കുതിരനെ വഴിയിൽ ഇവിടെ കുതിര ഇതല്ലല്ലോ വേണ്ടത്. ഇതെടുത്താൽ നമുക്ക് തൽക്കാലത്തേക്ക് ടോർച്ച് ബക്കറ്റിൻ്റെ കുഴപ്പമില്ല. ഡോറ് മേടിച്ചില്ല. ഇതിനാണ് എൻ്റെ എപ്പോഴും കുഴപ്പം. ദീപായിട്ട് ഇത്ര മതിയാവും ഇല്ലല്ലോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇത്ര ഉണ്ടാക്കുന്നുള്ളൂ. അയ്യോ അറിയാതെ ഇപ്പോൾ ഇവിടെ വരെ ഇടാം ഗൈസ്. ഇനി ഇവിടെ ഒരു ഡോറ് വെക്കണം. മുകളിൽ 2 ഫ്ലോർ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഇതിപ്പോൾ ഇവിടെ ഒറ്റ ബ്ലോക്കിൻ്റെ മതി. സ്ഥലം ഇത്രയേ ഉള്ളൂ. ഇവിടെ അധികം സ്ഥലമില്ല. ആ ഭാഗത്താണ് സ്ഥലമുള്ളൂ. ഞാൻ വീഡിയോസാണെങ്കിൽ ഇവിടെ ആയിപ്പോയി. ഇനി ഞാൻ ഉദ്ദേശിച്ചത് ചെയ്യാൻ ഇവിടെ വയ്ക്കാനാണ്. അപ്പോൾ കുതിര ചാടില്ല. ഈ കുതിര ചാടിപ്പോയി. കുതിരയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. പിന്നെ കുതിരനെ നോക്കാനായിട്ട് ആ ഭാഗത്തൊരു ജനൽ വയ്ക്കാം. ഈ ഒരു കൂടുണ്ടാക്കിയതിന് ശേഷം ഈ വീഡിയോ ഇതോടെ അവസാനിക്കുന്നതായിരിക്കും. ഇതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കാം. അതിൽ നമ്മൾ കുതിരനെ വെടിക്കുന്നതായിരിക്കും. വെടിക്കുന്നത് മീൻസ് നമ്മൾ വാങ്ങിച്ചിരിക്കും. ഒരു കുതിരനെ ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കും ഗൈസ്. വാങ്ങാതെ കാശെടുത്ത് അങ്ങനെയല്ല ഗൈസ്. ബിരിട്ടായി തുടങ്ങി. നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കണം. നമ്മൾ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇത്രയും ആവശ്യമുള്ളൂ ഗൈസ്. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മൾ കുതിരനെ ഇടാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ കയറിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ മുന്നത്തോലെ ഇഷ്ടം പോലെ കുറേ സോംബീസ് ഉണ്ട് ഗൈസ് വരുന്നത്. ഫുൾ ആർമേഡ് സോംബീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഗൈസ് സൂര്യ ഉണ്ട്. ഇത് ചുവന്നിരിക്കുന്നുണ്ടോ ഗൈസ്? അപ്പോൾ നമുക്ക് മുകളിലേക്കായിട്ട് നമുക്ക് ഇൻട്രോ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കനും അമർത്തിക്കോ. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരുടെ വീഡിയോസൊക്കെ നമ്മുടെ
നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹാർഡ് കോർ സീരീസ് പാർട്ട് 1 ഇതോട് കഴിഞ്ഞിട്ടാണ്. അടുത്ത പാർട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.